മാന്നാനം എക്ലോഗ് തിയേറ്ററിൻ്റെ യാത്രാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് യാത്ര ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഴ്സിനോടും ഒപ്പമാണ്. ആശ്രമ സ്ഥാപനമാണ് ഇന്നത്തെ വിഷയം. ആശ്രമ സ്ഥാപനത്തിന് സ്ഥലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു വലിയ യാത്രയാണ് ആ കാലഘട്ടത്തിൽ ചാവറയച്ചനും ചാവറവച്ചൻ്റെ കൂടെയുള്ള ഫൗണ്ടേഴ്സും എല്ലാം പ്രവർത്തിച്ചത്. മുളക്കുളത്ത് നിന്നാണ് ഇതിൻ്റെ ആരംഭം. മുളക്കുളം പെരിയപ്പുറം മാത്തൻ തരകൻ എന്ന വ്യക്തി കാണിച്ചു കൊടുത്ത ഒരു സ്ഥലം. അതിനുശേഷം ചാവറയച്ചൻ കൂട്ടുകാരും ചാവറയച്ചനും ചാവറയച്ചൻ്റെ ഒപ്പമുള്ള ആളുകളും തോമാച്ചന്മാർ, കണിയാന്തറ യാക്കോബ്, ഇവരോടൊത്ത് നാം യാത്ര ചെയ്യുകയാണ്. പിന്നീട് അവർ നോക്കിയ സ്ഥലം ചരിത്രത്തിൽ പറയുന്നത് അതിരമ്പുഴയിലുള്ള വേദഗിരിയാണ്. അതിനുശേഷം അവർ കണ്ട സ്ഥലം കുടമാളൂരിനടുത്തുള്ള പുല്ലരിക്കുന്നാണ്. ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഏതാണ് നല്ല സ്ഥലം എന്നതിനെക്കുറിച്ച്. ജനവാസം കൂടുതലില്ലാത്ത സ്ഥലമായിരിക്കണം, പച്ചപ്പുള്ള സ്ഥലമായിരിക്കണം, ജലസ്രോതസ് ആവശ്യത്തിന് ഉള്ള ഒരു സ്ഥലമായിരിക്കണം, സഞ്ചാരയോഗ്യമായിട്ടുള്ള സ്ഥലമായിരിക്കണം, ശുദ്ധവായു കിട്ടുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെ അവരുടെ എല്ലാം മനസ്സിൽ തന്നെ നല്ല സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇന്നും സ്ഥാപനങ്ങൾ വയ്ക്കുമ്പോൾ ഇത് തന്നെയാണ് CMIക്കാരുടെ ചിന്ത. പുല്ലരിക്കുന്നിനെ കുറിച്ച് അവർക്കെല്ലാവർക്കും നല്ല അഭിപ്രായമായി. കുടമാളൂരിനടുത്തുള്ള പുല്ലരിക്കുന്ന്, അത് അവർക്ക് ഇഷ്ടപ്പെടുകയും ആ സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു. കുമാരനെല്ലൂര് ദേവീക്ഷേത്രത്തിന് ഏതാണ്ട് അടുത്തായിട്ടാണ് ഈ സ്ഥലം. അവർ ആ സ്ഥലം തിരഞ്ഞെടുക്കാനൊക്കെ പ്ലാനും പദ്ധതിയും ഒക്കെ ഇട്ടപ്പോൾ കുമാരനെല്ലൂര് ദേവിയുടെ ദൃഷ്ടി പതിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് ആ നാട്ടുകാർ പറഞ്ഞു. ഇത് ശരിയുമാണ്, അവരുടെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു തർക്കത്തിനൊന്നും പോകാതെ അച്ഛന്മാർ അവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. പിന്നീട് അവർ കണ്ടുപിടിച്ച സ്ഥലം കുടമാളൂർ പള്ളിക്ക് വടക്കു ഭാഗത്തായിട്ട് ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്തായിട്ട് ഒരു കുന്നും പ്രദേശം. ആ കുന്നും പ്രദേശം കാണുകയും അതിൻ്റെ ഉടമകൾ ആരാന്ന് അന്വേഷിക്കുകയും ചെയ്തു. അവർ തയ്യിൽ കുര്യൻ തരകൻ്റെ സ്ഥലമായിരുന്നു അത്. കുര്യൻ തരകനെ സമീപിച്ച് പൊരുക്കരേജൻ സംസാരിച്ചു. പൊരുക്കരേജനോട് തയ്യിൽ തരകൻ പറഞ്ഞ കാര്യം ചാവറയച്ചൻ്റെ എഴുത്തിൽ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛന്മാരിനി ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. അച്ഛന്മാർ നമ്മുടെ കുന്നുംപുറം തന്നെ, നമ്മുടെ കുന്ന് തന്നെ ആർജിച്ചുള്ളൂ. അത്
നിങ്ങൾക്കായിട്ട് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് തയ്യിൽ കുര്യൻ തരകന് പറയുകയാണ്. അങ്ങനെയാണ് മാന്നാനം കുന്ന് CMIയുടെ കേന്ദ്രമായി ഭവിച്ചത്. അങ്ങനെയാണ് അവരെല്ലാവരും കൂടി ആ ഉയർന്ന പ്രദേശത്തിന് അവരെല്ലാവരും കൂടി ഒരു പേരിട്ടു, ദേശശ്രമ. അതാണ് മാന്നാനത്തിൻ്റെ ആശ്രമ സ്ഥാപനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. ഇനിയും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് മാന്നാനം കുന്നിനെക്കുറിച്ചാണ്. മാന്നാനം കുന്നിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് 14-ാമത്തെ എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത്.